മെത്രാനെ വിശ്വാസികൾ എടുത്തങ്ങ് പഞ്ഞി കിടുന്നത് കാണണം. അങ്ങനത്തെ ഒരു കാഴ്ച ഞാനിത് കണ്ടു. അത് നിങ്ങളോട് പറയാതെ തരമില്ല. ചെറിയ പുള്ളിയല്ല കേട്ടോ. തൃശ്ശൂർ അതിരൂപത മെത്രാൻ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഷെക്കിന ടി വിയിൽ വന്നിട്ടുണ്ട്. സഭാവിശ്വാസികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലാണ് ഷെക്കിന ടി വി. ഷെക്കിന ടി വിയിൽ താഴത്ത് വന്നിട്ട് പറയുന്നത്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോട് അപേക്ഷിക്കുകയാണ്, നടപ്പാക്കരുത്, FCRA ബില്ല് നടപ്പാക്കരുത്, സഹായിക്കണം. ഞങ്ങൾ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഈ ബില്ല് നടപ്പാക്കിയാൽ ഞങ്ങൾക്ക് വലിയ കഷ്ടനഷ്ടങ്ങളുണ്ടാവും, ദൈവകോപം കിട്ടും, മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഭരണഘടന ഉറപ്പു തരുന്നതാണ്. ഞാൻ ഭരണഘടന കണ്ടിട്ടില്ല കേട്ടോ. ന്യൂനപക്ഷ അവകാശങ്ങൾ, മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. പക്ഷേ ഇവിടെ പറഞ്ഞു മൈനോറിറ്റി റൈറ്റ്സ് എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവകാശപ്പെടുകയാണ്. അപ്പോൾ അതിരൂപത പിതാവ് ആർച്ച് ബിഷപ്പ് പറയുന്നത് ഈ മൈനോറിറ്റി റൈറ്റ്സിനെയും ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ ഇതൊക്കെ ബാധിക്കും. പിന്നെ ഫണ്ടിൻ്റെ വിനിയോഗമൊക്കെ ട്രാൻസ്പെറൻ്റ് ആവണം എന്ന് പറഞ്ഞത് ഓക്കെയാണ്, റിപ്പോർട്ട് ചോദിക്കുന്നതും ഓക്കെയാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ അതിനെ തടയരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പിതാവ് ഇങ്ങനെ നിലവിളിക്കുമ്പോൾ വിശ്വാസികൾ താഴെ വന്നിട്ട്, ഷെക്കിന ടി വി കാണുന്നത് ക്രൈസ്തവരാണ്, അവർ വന്നിട്ട് പിതാവിനെ അങ്ങോട്ട് പാടി ചീത്ത വിളിക്കുകയാണ്. ഞാൻ കുറച്ച് കമൻറ്റുകൾ നിങ്ങളെ കാണിക്കാം. എനിക്ക് ഈ കമൻറ്റുകൾ പറയാനല്ല ഞാൻ പറയുന്നത്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് ഈ കമൻറ്റുകൾ ഒന്ന് വായിച്ചിട്ട്, അതായത് FCRA ബില്ല് നടപ്പാക്കിയാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ BJPക്കും മോദിക്കും എതിരാകും എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ BJPക്കാർ പോലും പേടിക്കുന്നുണ്ടാവും, നടപ്പാക്കിയാൽ BJPക്ക് നാളെ ഈ കേക്കുമായിട്ട് പോകുമ്പോൾ ഇവർ സ്വീകരിക്കുമോ എന്നൊക്കെ ആശങ്ക BJPക്ക് ഉണ്ടാവാം. അല്ലെ കോൺഗ്രസ്സിന് കരുതുന്നത് FCRA ബില്ലിനെ ചെറുത്താൽ വിശ്വാസികൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്, CPMകാർ കരുതുന്നുണ്ട് അതും തെറ്റാണെന്നാണ് ഈ ഷെക്കിന ടി വിയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ആമുഖമായിട്ട് ഞാൻ 2 മിനിറ്റ് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. നോക്കൂ, റന്നി ജേക്കബ് കുട്ടോത്തറ, കേന്ദ്രം FCRA ബില്ലുമായി മുന്നോട്ട് പോവുക, ഇങ്ങനെ കൊണ്ടുവരുന്ന വിദേശ പണമൊന്നും ക്രൈസ്തവർക്ക് കിട്ടുന്നില്ല, പോരാഞ്ഞ് ഒരു ക്രൈസ്തവരെയും സഹായിക്കുന്നുമില്ല എന്നൊരു കമൻറ്റ്. അങ്ങനെ പോയിട്ട് ജാക്സൺ ജെയിംസ് പറയുന്നു, FCRA ബിൽ ഷുഡ് ഇംപ്ലിമെൻറ്റ് ഫസ്റ്റ് ടോക്ക് ലേറ്റർ, ആദ്യമേ നടപ്പാക്കണം, പിന്നെ വർത്തമാനം പറഞ്ഞാൽ മതി. പിന്നെ മേഴ്സി ജോൺ പറയുന്നു, FCRA ബിൽ ഉടൻ നടപ്പാക്കണം, ഈ വെള്ളപൂശിയ കുഴിമാടങ്ങൾ ഇങ്ങനെ തിന്നു കൊഴുക്കണ്ട എന്ന് പറയുന്നു. ജോസ് CP പറയുന്നു, FCRA നിയമം നടപ്പാക്കണമെന്ന് പരസ്യമായി പറയുന്ന 50% സഭാവിശ്വാസികളും മനസ്സിൽ പറയുന്ന 30% വിശ്വാസികളും ഉണ്ടെന്ന് വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നെ സോണി തോമസ് പറയുന്നു, എത്ര കോടി ഉണ്ടെങ്കിലും പാവങ്ങളെന്നും പാവങ്ങൾ തന്നെ, ബില്ല് നടപ്പാക്കുക. അങ്ങനെ പോവുകയാണ്. പിന്നെ തീർന്നില്ല, കുറച്ചുകൂടെ ഞാൻ 1-2 വായിക്കാം. ജെയിംസ് റെക്സ് പറയുന്നു, മടിയിൽ കനമുള്ളവനെ FCRA ബില്ലിനെ പേടിക്കേണ്ടതുള്ളൂ. റിൻസ് ജോസഫ് പറയുന്നു, എത്രയും പെട്ടെന്ന് നടപ്പിലാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടത്, ഈ അതിരൂപത ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ കീഴിലാണ് തൃശ്ശൂർ ജൂബിലി ആശുപത്രി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റാണ്. നഴ്സുമാർ ശമ്പള വർധനവിന് വേണ്ടി മെത്രാനോട് കരഞ്ഞു, മെത്രാൻ ചെവിക്കൊണ്ടില്ല, സ്വന്തം വരുമാനം ഇടിയുമെന്ന് കണ്ട് ഇപ്പോൾ മെത്രാൻ FCRA നടപ്പിലാക്കരുതെന്ന് മോദിജിയോട് കരയുന്നു. പിന്നെ സൂസൻ വർഗീസ് പറയുന്നു, FCRA ബിൽ ഉടൻ നടപ്പാക്കണം, സഭാ നേതാക്കളുടെ അഹങ്കാരം കുറയ്ക്കണം, അധ്വാനിക്കാത്ത പണത്തിൻ്റെ മേൽ ഇവരെ അടയിരുത്തരുത്. ആന്റണി തോമസ് പറയുന്നത്, കരയാതെ കണക്കില്ലാതെ കിട്ടിയതല്ലേ, ഇനി കണക്ക് ഉള്ളത് വാങ്ങൂ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കമൻറ്റൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. മറ്റ് കമൻറ്റുകൾ നിങ്ങളെ കാണിക്കാം, പക്ഷേ രസകരമായ ഒരു 1-2 കണക്കുകൾ. ഒന്ന്, നിങ്ങൾ പാരീഷുകളിലും രൂപതകളിലും വരുന്ന FCRA ഫണ്ടുകളുടെ കണക്ക് പുറത്തുവിടുക. അത് തട്ടിക്കൂട്ട് കണക്കാകരുത്. വിശ്വാസികളെ ബോധിപ്പിച്ച് അത് എന്തു ചെയ്തു എന്ന് ബോധിപ്പിക്കാനുള്ള ഡാറ്റ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഗവൺമെൻറ് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെയും ബോധിപ്പിക്കേണ്ട, വിശ്വാസികളെയും ബോധിപ്പിക്കേണ്ട എന്ന ചിന്തയാണ്. ഇത് എവിടുത്തെ ന്യായം? തോന്നിയവാസമാണോ? ഇന്ത്യയിൽ നടക്കണമെന്നാണോ? അതാണോ കോൺഗ്രസിന് വേണ്ടി നിങ്ങൾ മുറവിളി കൂട്ടുന്നത്? അവർ ഭരിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയവാസം നടക്കൂ. അവരാണ് ഇങ്ങനെയുള്ള ഫണ്ടുകൾ മോണിറ്റർ ചെയ്യേണ്ടിയിരുന്നത്, അതുണ്ടായില്ല. ഇനി പ്രിൻസ് മാത്യുവിൻ്റെ രസകരമായ കമൻറ്റൂടെ വായിച്ചിട്ട് ഞാൻ ഈ കമൻറ്റ് വായനയിലേക്ക് പോകുന്നില്ല. 100 കണക്കിന് കമൻറ്റുകളുണ്ട്. പ്രിൻസ് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കമൻറ്റാണ്. നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നു എന്ന് കേട്ടാൽ ആർക്കാണ് ഉറക്കം പോവുക? ആർക്കാണ് ഉറക്കം കിട്ടുക?
ഞങ്ങൾ ക്രിസ്ത്യാനികൾ നാടിന് ഗുണമാകുന്ന ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നു. ശരിയല്ലേ? നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ പൗരന്മാർക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ, കള്ളന്മാരെ പേടിക്കണ്ട എന്ന് പറയും. പോലീസ് സ്റ്റേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധന്മാർക്കും കള്ളന്മാർക്കും പേടിയാവും. അതുപോലെയാണ് പ്രിൻസ് പറയുന്നത്, FCRA ബില്ല് വന്നാൽ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും മനസ്സമാധാനം പോകുന്നു. അപ്പോൾ ബില്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ വിദ്യാസമ്പന്നരായ വിവരമുള്ള വിവേകമുള്ള ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം, ഒരു സംശയവുമില്ല. അപ്പോൾ ഇത് മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വലിയ തോതിൽ പ്രചാരണം നടക്കുന്നത്. ക്രിസ്ത്യാനിയെ മുഴുവനും തകർക്കാനുള്ള ഒരു സാധനമാണ് FCRA ബില്ല് എന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്. ഞാൻ ഈ FCRA കിട്ടുന്ന സംഘടനകൾ എത്രയുണ്ടെന്ന് നോക്കി കേട്ടോ. ഇന്ത്യയിൽ 52,156 സംഘടനകൾക്ക്, NGOകൾ, സഭാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് FCRA ഫണ്ട് കിട്ടുന്നുണ്ട്. അതിൽ 14,434 എണ്ണം ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫണ്ട് മേടിക്കാൻ പറ്റുന്ന തരത്തിലാണ്. 29.2% എക്സ്പയർഡായി, കാലാവധി കഴിഞ്ഞു. 43.1% മഹാഭൂരിപക്ഷത്തിൻ്റെയും ലൈസൻസ് റദ്ദാക്കി. കാരണം നിയമവിരുദ്ധമായ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ഇതാണ് കണക്ക്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഈ 2024-25 വർഷം എത്ര രൂപ FCRA വ്യവസ്ഥ പ്രകാരം വിദേശത്ത് നിന്ന് സംഭാവനയായിട്ട് വന്നിട്ടുണ്ട്. 22,963 കോടി രൂപയാണ് ഒറ്റ വർഷം വന്നത്. അതായത് അത് 16,200 സംഘടനകൾക്ക്, NGOകൾക്കായിട്ട് കൊടുത്തു. ഏതാണ്ട് 17,000 കോടി ഇത് കൂട്ടിക്കോ. അതിൽ 3,000 കോടി മാത്രമേ ക്രൈസ്തവ സഭകൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നിവർ പറയുന്നുണ്ട്. അതായത് 17,000 കോടി വന്നിട്ട് 3,000 കോടിയെ കിട്ടിയിട്ടുള്ളൂ. അതായത് 3,000 കോടി രൂപ മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയിൽ നിലവിളിക്കുന്ന ആരാ? ബാക്കി 14,000 കോടി കിട്ടിയിട്ടുള്ളവർ നിലവിളിക്കുന്നില്ല. ഈ കഷ്ടിച്ച് 3,000 കോടി അല്ലെങ്കിൽ 10% കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നവരാണ് ഈ നിലവിളിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ 10% എന്നുള്ള കണക്ക് പറഞ്ഞത് ഹരീഷ് സാൽവെയാണ്. ഹരീഷ് സാൽവെ അറിയില്ല, ഇന്ത്യയിലെ വളരെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ കുൽഭൂഷൺ യാദവ് നമ്മുടെ റോയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ യാദവിൻ്റെ കേസ് അന്താരാഷ്ട്ര കോടതിയിൽ വാദിച്ച് ജയിച്ച് വധശിക്ഷ ഒഴിവാക്കിച്ച ഇന്ത്യയുടെ അഭിമാനമായ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ. ഹരീഷ് സാൽവെ ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഹരീഷ് സാൽവെ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ ഹരീഷ് സാൽവെ പറയുന്നു ബില്ല് നടപ്പാക്കണം എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ഈ കണക്കൊന്നും ശരിയല്ല. ഏതാണ്ട് 24,000 കോടി വന്നിട്ടുണ്ട്. അതിൽ 2,300 കോടി രൂപയെ ക്രൈസ്തവ സഭകൾക്ക് കിട്ടിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ 3,000 പോലും ഇല്ല. അപ്പോൾ ഇത്രയും കുറച്ച് പണം വന്നതിൻ്റെ 10% മാത്രം കിട്ടിയിട്ടുള്ള ആളുകളാണ് 1,000 വാട്സിൻ്റെ ശബ്ദത്തിൽ നിലവിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇനി മാത്രമല്ല, നമുക്ക് നോക്കാം എത്ര സംഘടനകൾക്ക് കിട്ടുന്നുണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ 194 ക്രിസ്ത്യൻ സംഘടനകൾക്ക് വിദേശ ഫണ്ട് കിട്ടുന്നുണ്ട്. ഹിന്ദു സംഘടനകൾ 139, മുസ്ലിം സംഘടനകൾ 25, ബുദ്ധിസ്റ്റ് സംഘടനകൾ 29, സിഖുകാരുടെ 10, മറ്റുള്ളവർ 29. ഇങ്ങനെയാണ് മതസംഘടനകൾ. FCRA പ്രകാരം വിദേശ സംഭാവനകൾ കിട്ടുന്ന സംഘടനകൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കാണ്. പക്ഷെ പണം ഏറ്റവും കുറവ് അവർക്കാണെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ബാക്കിയുള്ളവർ, ഹിന്ദു സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, ബുദ്ധരുടെ സംഘടനകൾ, സിഖുകാരുടെ സംഘടനകൾ, മറ്റുള്ളവർ ഇവരാരും ബഹളം വെക്കുന്നില്ലല്ലോ. എന്തിനാണ് ക്രൈസ്തവ സംഘടനകൾ മാത്രം ബഹളം വെക്കുന്നത്? ഇവിടെയാണ് ഇതിൻ്റെ ഗുട്ടൻസ്. മനസ്സിലായില്ലേ? ഈ മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടപ്പാക്കി. പണം കൊടുത്തോ സമ്മർദ്ദത്തിൽപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ആളുകളെ മതം മാറ്റാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ ബഹളം വെച്ച് കരയുന്ന ആരാന്നറിയോ? ക്രൈസ്തവർ മാത്രമാണ്. ബാക്കി സംഘടനകൾ ആരും നിലവിളിക്കുന്നില്ല. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞ പോലെ, കഥയല്ല സംഭവം പറഞ്ഞാണ്, ഒരു TV ചാനലിൽ ചർച്ച നടക്കുന്നു. നമ്മുടെ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടന്നു, കുറച്ച് പേര് മരിച്ചു. അതുമായി ബന്ധപ്പെട്ട് വൈകിട്ട് ചർച്ചയാണ്. മാർട്ടിനെ പിടിച്ചു. അപ്പോൾ ഒരാൾ പറയാണ്, ഒരു പ്രമുഖനായ ആളാണ്, അദ്ദേഹം പറയാണ്, പ്രതിയെ പിടിക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അതൊരു മുസ്ലിം ആയിരിക്കരുതേ എന്ന്. നേരത്തെ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞ പോലെയാണ്. അതെന്താ മുസ്ലിം ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചത്? ഏതെങ്കിലും ഒരു അമ്മ പറയുകയാണ്, ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചു, അയ്യോ അതെൻ്റെ മോനായിരിക്കരുതേ എന്ന് ആ അമ്മ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ അമ്മയുടെ മകൻ സാധാരണ പോക്കറ്റടിക്കുന്നവനാണ് എന്നല്ലേ?
ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, പ്രതിയെ പിടിക്കുമ്പോൾ അത് മുസ്ലിം ആയിരിക്കരുതേ എന്ന് മുസ്ലിം സംഘടനകൾ, മുസ്ലിം പ്രമാണിമാർ പ്രാർത്ഥിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അതുപോലെ ഈ മതപരിവർത്തന നിയമമാവട്ടെ, നിരോധന നിയമമാവട്ടെ, FCRA ചട്ട ഭേദഗതിയാവട്ടെ കൊണ്ടുവരുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് മാത്രം പൊള്ളുന്നതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം. മറ്റുള്ളവർ പറയുന്നില്ലല്ലോ. ഈ വരുന്ന ഫണ്ടിൻ്റെ ഭൂരിഭാഗം കിട്ടുന്ന സ്വതന്ത്ര NGOകൾ, ഹിന്ദു സംഘടനകൾ, മുസ്ലിം സംഘടനകൾ നിലവിളിക്കുന്നില്ല. നിങ്ങൾ മാത്രം എന്തുകൊണ്ടും നിലവിളിക്കുന്നു? ഇത് അറിയാൻ താല്പര്യമുണ്ട്. ഏതെങ്കിലും ഒരു പിതാവോ ഏതെങ്കിലും ഒരു കത്തനാരോ വന്നിട്ട് ഇതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ ഒരു ആൻഡ്രൂസ് താഴത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ കുറേ മാറ്റമുണ്ട് കേട്ടോ. അദ്ദേഹം അപ്പീൽ ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം സിറിയ തുണ്ടികൾ എന്ന് പറഞ്ഞൊരു വികാരം കൊള്ളുന്നവനാണല്ലോ, പുള്ളി വികാരഭരിതനായി പറയുന്നത് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ നയതന്ത്ര ബന്ധങ്ങൾ തകരും, ക്രിസ്ത്യൻ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ ഇവരെല്ലാം കൂടെ ഒന്നു ചേർന്ന് ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കുമെന്നൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. കത്തനാരുടെ വക. ആർച്ച് ബിഷപ്പ് ആയപ്പോഴത്തേക്ക് ഭീഷണി മാറിയിട്ട് നിലവിളിയായി. പക്ഷെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. രാജ്യത്ത് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് പോലെ വരുന്ന തുകയുടെ 10% മാത്രമേ ക്രൈസ്തവ സംഘടനകൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മാത്രം എന്തിനാണ് നിലവിളിക്കുന്നത്? ഭൂരിഭാഗം കിട്ടുന്നവരും നിലവിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ബോംബ് വെച്ച കഥയും ഞാൻ പറഞ്ഞ പോക്കറ്റടിക്കാരൻ്റെ കഥയും ഒരു അൽമായൻ പറഞ്ഞ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ പേടിച്ച് കരയുന്നവൻ്റെ കഥയും ഒന്ന് ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് FCRA ബില്ല് ഇപ്പോൾ JPCക്ക് വിടും, ഈ സഭയിൽ അവതരിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കണ്ടതല്ലേ വഖഫ് ബില്ലിൻ്റെ കാര്യം. JPCക്ക് വിട്ടു, അവസാനം അങ്ങ് പാസ്സാക്കി. ചിലപ്പോൾ ഇത്തവണ പാസ്സായില്ലെങ്കിൽ അടുത്ത സഭയിൽ ഡിസംബറിൽ ചേരുന്ന സഭയിൽ വരും. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ്. ഈ രാജ്യത്തേക്ക് വരുന്ന ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കണം, അതിൻ്റെ പർപ്പസിന് ഉപയോഗിക്കണം. അല്ലാതെ ബസ്തറിലും ദബ്ദരിയിലും ഒക്കെ മിഷണറിമാർക്ക് വന്ന പണം ATM കാർഡ് വഴി പിൻവലിച്ച് മാവോവാദികൾക്കും ഭീകരന്മാർക്കും കൊടുത്ത പോലെയുള്ള പരിപാടി ഇനി നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ബില്ലിപ്പോൾ പാസ്സായില്ല എന്നതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. കാരണം ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചട്ട ഭേദഗതി പ്രകാരം ഇപ്പോൾ പണ്ടത്തെ പോലെ സംഭാവന വാങ്ങാൻ കഴിയില്ല. അതാണ് അവസ്ഥ. അത് ചട്ടങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതി പോകാൻ കഴിയും. അതുകൊണ്ടാണ് ചട്ടങ്ങൾ ഒരു സ്ഥിര വ്യവസ്ഥയല്ല. അതുകൊണ്ട് അതിനനുസൃതമായ നിയമം കൂടെ മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്രം നടക്കുന്നത്. പിതാവ് കരഞ്ഞോട്ടെ, പിതാവ് കുറച്ചുകൂടെ നല്ല ഭാഷയിലാണ് പറയുന്നത്. പക്ഷേ ഷക്കീന TVയിലെ കമൻറ്റുകൾ, നിങ്ങളുടെ ചാനലാണ് കേട്ടോ, അതിലെ കമൻറ്റ്സ് ബഹുമാന്യനായ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് ഒന്ന് വായിക്കണം. ഷക്കീനയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ താഴത്ത് പിതാവ് ഒന്ന് വായിക്കാനുള്ള മനസ്സ് കാട്ടണം. സഭാവിശ്വാസികൾ നിങ്ങളുടെ കൂടെ ഇല്ല പിതാവേ. എനിക്ക് ഇങ്ങനെ ഒരാളെ പിതാവേ എന്നൊന്നും വിളിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ പിതാവേ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു ഇതിന് ഞാനും ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒന്നും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് അത്രയ്ക്ക് വലിയ ബഹുമാനമൊന്നും എല്ലാ പിതാക്കന്മാരോടും ഇല്ല. ചിലരൊക്കെ വെറും സഖാക്കന്മാരും വെറും മണ്ഡലം പ്രസിഡന്റുമാരുമാണ് കോൺഗ്രസിൻ്റെ. കാരണം നമ്മൾ റവറൻസ് എന്ന് പറയുന്നത്, ലേലം സിനിമയിൽ സോമൻ പറയുന്നില്ലേ റവറൻസിനെ കുറിച്ച്, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് കളഞ്ഞു കുളിക്കുകയാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ നിങ്ങൾക്കുള്ള റവറൻസ് ഇല്ലാണ്ടായി പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.